ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ചേച്ചിയുടെ, അതായത് മൂത്തമ്മയുടെ മോളുടെ വയറ്റ് പൊങ്കാലയാണ്. അതായത് 7ാം മാസത്തെ പൊങ്കാലയാണ്. അപ്പോൾ അതിനാണ് നമ്മളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും അമ്മയും വിശാഖേട്ടനും പിന്നെ ഞങ്ങളുടെ വാവയുമാണ്. ഞങ്ങൾ ഇത്രയും പേരായിരുന്നു ഒരുമിച്ച് പോയത്. അച്ഛനും പാച്ചുവും നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ റോഡിൽ പാർക്ക് ചെയ്ത് കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ടാണ്. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശാഖേട്ടൻ എന്തോ ആരെയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ വരുമായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ചെന്ന് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഫുള്ളായിരുന്നു റൂം. അങ്ങനെ ഭയങ്കര സംസാരം കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഫസ്റ്റ് കുറച്ച് ക്ലിപ്സൊക്കെ ഉണ്ട്, അതൊക്കെ മിസ്സായിപ്പോയി. പിന്നെ ഞാൻ വന്ന് കയറിയപ്പോഴേ പലഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാനും ഒന്ന് പലഹാരം കൊടുക്കാമെന്ന് വിചാരിച്ചൊരു മുറുക്ക് മുറിച്ച് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വായിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വളയും ഇട്ട് കൊടുത്ത് രണ്ടുപേർക്കും അല്ല സോറി, അങ്ങനെ ചേച്ചിക്ക് ഞാൻ വളയും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ റൂമിൽ പോയി വാവയെ അവിടെ കിടത്തി. അങ്ങനെ പിന്നെ കളിക്കാൻ അവൾക്ക് കുറേ കൂട്ടുകാരുണ്ടായിരുന്നു, ചേച്ചിയും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും അത് കണക്കന്നെ പലഹാരം കൊടുത്തു. പിന്നെ വേറെ ആരൊക്കെയോ എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂമ്മയും അമ്മൂമ്മയുടെ അനിയത്തിമാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതിനിടയ്ക്കുള്ള കുറേ ക്ലിപ്പൊക്കെ നഷ്ടപ്പെട്ടു. രാവിലെ 6 മണിക്കായിരുന്നു പൊങ്കാല. നേദിക്കുന്നത് 7:50 ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 8:30 മണിയായിരുന്നു. പലഹാരം കൊടുപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ തൊട്ടുള്ള വീഡിയോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ ശ്രീകുട്ടിയും മിനുമുത്തയും ഞങ്ങളെല്ലാവരും പലഹാരം കൊടുത്തു. പിന്നെ അവിടെ ചുമ്മാ വായി നോക്കി നിന്നു, ആരൊക്കെ വന്നു ആരൊക്കെ വന്നില്ല എന്നൊക്കെ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് പിന്നെ അവിടെ സംസാരമായിരുന്നു. ചേച്ചിമാരും എല്ലാവരും കൂടുമ്പോൾ അറിയാമല്ലോ എന്താ സംസാരമൊന്നും. അങ്ങനെ പിന്നെ കുട്ടികളും എല്ലാവരും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു റൂമിൽ. ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ വാവയാണെങ്കിൽ ഉറക്കമായിരുന്നു അവൾ. കാരണം നല്ല ക്ഷീണം ഉണ്ട് അവൾക്ക്. ഇപ്പം യാത്രയൊക്കെ ചെയ്തു വന്നിട്ടായിരിക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ ചെന്ന പാടെ കുറച്ച് നേരം ഇരുന്നിട്ടും കിടന്നുറങ്ങി. പിന്നെ അമ്മുമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ സംസാരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. രാവിലത്തെ വീശപ്പവും കുറുമക്കറിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചു. അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, എല്ലാം മിസ്സായിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു. 2 മണിക്കാണ് ചേച്ചിക്ക് ഇറങ്ങേണ്ട സമയം. ഇപ്പോൾ 2 മണിയായി ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.